മാഷെ, പച്ച വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്നാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇന്ന് രാവിലെ ചന്ദ്രികയുടെ മുഖപ്രസംഗവും ഇതുതന്നെയായിരുന്നു. ഒടുവിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞു, ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞു പറയിപ്പിക്കുന്നത് പിണറായി വിജയൻ ആണെന്നാണ്. അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താണ്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞത്, പറയേണ്ടി വന്നത്? അതുമായിട്ട് പി കെ കുഞ്ഞാലി സാഹിബ് പറഞ്ഞത് ലീഗിന്റെ മാത്രം അഭിപ്രായമല്ല, കേരളീയ സമൂഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി ഇങ്ങനെ പറയരുതായിരുന്നു. കാരണം എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ബോധ്യപ്പെടുത്തണം. ആരെ തൃപ്തിപ്പെടുത്താനാണ്? ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ താലോലിച്ച് തനിക്ക് വല്ലതും നേടാൻ ലക്ഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളടക്കമുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? തെരഞ്ഞെടുപ്പ് വരുമ്പോ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കുക, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഏകീകരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന്റെ എല്ലാവിധ സംസ്കാരവും കാറ്റിൽ പറത്തി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് സത്യത്തിൽ രാജ്യദ്രോഹമായി കാണേണ്ടതാണ്, വെറും വർഗീയമായിട്ട് മാത്രമല്ല. കേരളത്തിൽ ഇത് വിലപ്പോവില്ല. അദ്ദേഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രസ്താവന നടത്തി, വളരെ വിഷലിപ്തമായ പ്രസംഗം. എന്താ ലക്ഷ്യം? ഹൈന്ദവർ കൂടുതൽ വോട്ടർമാരായിട്ടുള്ള നിലമ്പൂരിൽ ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു. എന്താ സംഭവിച്ചത്? കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് പ്രിയങ്കരനായ ബഹുമാന്യനായ വെള്ളാപ്പള്ളി പഠിക്കണം. അവരേതെങ്കിലും ഒരു മതത്തിന്റെ പിന്നാലെ അന്ധമായി പോകുന്നവരല്ല. ജാതീയത പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചാൽ വോട്ട് കൊടുക്കുന്നവരുമല്ല. നമ്മൾ സാക്ഷരത കേരളം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും സാക്ഷരീകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്, വെറുതെ പറയുകയല്ല. ആ സാക്ഷരത തിരഞ്ഞെടുപ്പിലും വർത്തമാനങ്ങളിലും സംബോധനങ്ങളിലും യോഗങ്ങളിലുമൊക്കെ പ്രകടമാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയുടേത് വിഷലിപ്തമായ ഈ പ്രസ്താവന ന്യൂനപക്ഷങ്ങൾക്കെന്ന് മാത്രമല്ല കേരളീയ സമൂഹത്തിന് ഒരിക്കലും അങ്ങയുടെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞല്ലോ ശ്രീ വി എം വാണിമേൽ. എന്താണ് ചൂണ്ടിക്കാട്ടിയത്? ഞാൻ നേരത്തെ അങ്ങയോട് പറഞ്ഞ പോലെ എന്താണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയത്? എന്താണ് ഈ ഓരോ പരിഷ്കാരവും സമസ്തയുടെ, മുസ്ലിം ലീഗിൻ്റെ, ഏതാനും ചില മതപണ്ഡിതരുടെ നിർദ്ദേശമനുസരിച്ച് അവർ നൽകുന്ന തിട്ടൂരം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് പറയുന്നത്? ആരാണ് വിഭാഗീയ ചിന്ത ഉണ്ടാക്കുന്നത്? ആരാണ് വെള്ളിയാഴ്ചകളെ പറ്റി ഇത്രയധികം വേവലാതിപ്പെടുന്നത്? മറ്റാഴ്ചകളില്ലേ നമ്മുടെ ലോകത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സ്കൂളുകളിൽ? ആരാണ് വിഭാഗീയത സൃഷ്ടിക്കുന്നത്? ആരാണ് വിഭാഗീയമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്? ഒരു സ്കൂൾ, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ അല്ലേ ശ്രീ രാംകുമാർ സാറ്? ഏകോദര സഹോദരങ്ങളെ പോലെ അവിടുത്തെ മുസ്ലിംകളും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന സ്ഥലത്ത് ഈ കച്ചവടമായി ഇറങ്ങുന്നത് ഏതാനും ചില പണ്ഡിതന്മാരുടെ, ഏതാനും ചില നേതാക്കന്മാരുടെ അധികാര ദുർമോഹത്തിനും അധികാരം ഉറപ്പിക്കാനും വേണ്ടി അവരെ കബളിപ്പിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റുകയല്ലേ? അങ്ങ് എങ്ങനെ മറുപടി പറയുന്നു ശ്രീ സി വി എം വാണിമേൽ? താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അഡ്വക്കേറ്റ് രാംകുമാർജിയുടെ ചില ചരിത്രപരമായ മണ്ടത്തരങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുസ്ലിം ലീഗ് ഒരു മത പാർട്ടിയല്ല. ഇസ്ലാമികമായി രൂപീകരിക്കപ്പെട്ട ഒരു മത പാർട്ടിയല്ല മുസ്ലിം ലീഗ്. പേരുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഹിന്ദു എന്നൊരു പത്രമുണ്ട്, ആ പത്രം ഹിന്ദുക്കളുമായി യാതൊരു ബന്ധവും ഇല്ലല്ലോ. ചന്ദ്രിക എന്നൊരു സോപ്പുണ്ട്, മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ല ചന്ദ്രികക്ക്. പേരിലാണ് പ്രശ്നമെങ്കിൽ ആ പേര്, മുസ്ലിം എന്ന പേര്, ഇസ്ലാം എന്ന പേര് ലോകത്തില് ധർമ്മവും നീതിയും നടപ്പിലാക്കാൻ മനുഷ്യരെ പാകപ്പെടുത്തിയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം ഞാൻ നിഷേധിക്കുകയാണ്. ഞാൻ പറയുന്നു, അടിസ്ഥാനപരമായി തന്നെ പറയുകയാണ്, മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രവിരുദ്ധമായോ തീവ്രവിധമായോ പ്രവർത്തിച്ചുവെന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഒരു സംവാദത്തിന്. ഇന്നലെ മറ്റൊരു ദിവസത്തേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരാൾക്കും, ഒരു സാധാരണ പ്രവർത്തകൻ പോലും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ വർഗീയതക്കോ കൂട്ടുപിടിച്ചതായി, പിന്തുണ നൽകിയതായി, സഹായിച്ചതായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ടില്ല, ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, രാഷ്ട്രീയ പാർട്ടിയിൽ കഴിഞ്ഞിട്ടില്ല. തങ്ങൾ പറയുന്നത് രണ്ടാമത്തെ മറുപടി പറയാം. ഇവിടെ പിണറായി വിജയന്റെ സർക്കാർ എന്ത് ചെയ്തു എന്ന് നോക്കാനല്ല ഞങ്ങളെ പണി. അദ്ദേഹം ആർക്കൊക്കെ വൈപ്പെട്ടു നോക്കേണ്ട ആവശ്യം നമുക്കില്ല.
കാന്തപുരം പറയുന്നത് അനുസരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാന്തപുരം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് പിണറായി സ്വീകരിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട പിണറായിയോടാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ സംഘടിച്ചിരിക്കുന്നത് മറ്റുള്ള മതന്യൂനപക്ഷങ്ങളെ അപകടപ്പെടുത്താനോ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ അവരുടെ അവകാശങ്ങൾ അവിഹിതമായി നേടിയെടുക്കാനോ അല്ല. ഈ രാജ്യത്ത് പിറന്ന മനുഷ്യർ, പൗരാവകാശമുള്ള മനുഷ്യർ, പൗരന്മാർ, അവർക്ക് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനാണ് അവർ ഒന്നിച്ചിരിക്കുന്നത്. അവരോടൊപ്പം ഈയവരുണ്ട്. അതുകൊണ്ട് CH മുഹമ്മദ് സാഹിബ് അധികാരത്തിലെത്തിയപ്പോ എന്താ സംഭവിച്ചത് അറിയാമല്ലോ. നാടാർ ഈഴവ മുസ്ലിം സമുദായത്തിന് സ്കോളർഷിപ്പ് നൽകി. CH മുഹമ്മദ് സാഹിബ് ഭരിച്ചപ്പോൾ മാത്രമാണ്, അതിനുശേഷം ഉമ്മൻചാണ്ടിയും ആന്റണിയും ഭരിക്കുമ്പോൾ മാത്രമാണ് ഈഴവർക്ക് സ്കൂളുകളും കോളേജുകളും കിട്ടിയത്. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്, പിണറായി വിജയയുടെ 9 വർഷത്തെ ഭരണത്തിനിടയിൽ ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജോ ഈഴവർക്ക് ലഭിച്ചിട്ടുണ്ടോ? SNDP ലഭിച്ചിട്ടുണ്ടോ? മറുപടി പറയേണ്ടതുണ്ട്. നടേശനും പറയുന്നത് ശ്രീ CVM വാണിമേൽ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെയും പരാതി. പറയൂ. ഇത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ പരാതി എന്ന് ഞാൻ പറഞ്ഞതാണ്. മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരു മുസ്ലിം സംഘടനയല്ല. അതിൽ മതേതരത്വവാദികൾ ഒരുപാടുണ്ടെന്ന് അറിയാഞ്ഞിട്ടാണ്. മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ആദിവാസി പിന്നോക്ക ജാതിക്കാരുണ്ട്, പട്ടികജാതി വർഗക്കാരുണ്ട്. ഒരുപാട് തിരഞ്ഞെടുത്താൻ തയ്യാറാണ്. ഒന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചോദ്യം മറുപടി പറയാൻ ഞാൻ, ഇവിടെ നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ അതിനെ ശബ്ദിക്കുക എന്നത് പൗരന്റെ അവകാശമാണ്. അത് വരുന്ന ഏതൊരു മതസംഘടനയുടെ രൂപത്തിലാണെങ്കിൽ അതെന്താ അന്യായമുള്ളത്? അത് സമ്മർദ്ദമില്ല, സ്വാഭാവികമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് സർഗാത്മകതയിലൂടെ, സംവാദത്തിലൂടെ പോരാട്ടം വാളും തോക്കും എടുത്തല്ല. ഞങ്ങൾ സംഘടിപ്പിക്കുന്നു, പ്രകടനം സംഘടിപ്പിക്കുന്നു, നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, വാഗ്വാദങ്ങൾ സംഘടിപ്പിക്കുന്നു, നിവേദനങ്ങൾ നൽകുന്നു. അങ്ങനെയാണ് അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. ആ നേടിയെടുക്കുന്ന അവകാശങ്ങൾ ഇക്കാലം അത്രയായിട്ട് ഒരാളും അത് അവിഹിതമായെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയുടെ എന്ത് എന്നത് രഹസ്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ ആവർത്തിച്ചു പറയാണ്, അതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്, ഞങ്ങളല്ല.